മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് ഈ മാസം 30-ാം തീയതി വരത്തേക്ക് നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ന്യൂസിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുവേണ്ടി നമുക്ക് റേഷൻ കടയിൽ പോകാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ 2 ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്ന പോലെ മേര KYC എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടീവ് ഒരു ആപ്ലിക്കേഷനാണ് ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞ മേര KYC എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നത് സ്ക്രീൻ ഇങ്ങനെയാണ് വരിക. അതിൽ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളതിൽ ഞാൻ കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം ആധാർ നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. ആധാർ എൻ്റർ ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതിലേക്ക് ഒരു OTP വരും. ആ OTPയും അതുപോലെ തന്നെ ആ താഴെ കാണുന്ന ക്യാപ്ചയും നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. OTPയും ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ വരുന്ന സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിൻ്റെ നമ്പരും അതുപോലെ തന്നെ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഫേസ് KYC എന്ന് കാണിക്കുന്ന ആ ഒരു ഭാഗത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ കൺസെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ 2-3 പെർമിഷൻസ് ചോദിക്കും. നമ്മളുടെ മൊബൈലിൻ്റെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് ചോദിക്കും. അത് ഫേസ് ID വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ക്യാമറ ആക്സസ് ഒക്കെ ചോദിക്കുന്നത്. അതിൻ്റെ പെർമിഷൻസ് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത, അതായത് 2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓപ്പൺ ആയിട്ട് വരും. അതിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയൊക്കെയാണ് ഇത് എടുക്കേണ്ടത്, അതായത് നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വേണം, അതുപോലെ തന്നെ പ്രോംപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊരു തവണ അടച്ചു തുറക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് വരും. അതിൻ്റെ താഴെയുള്ള ചെക്ക് ബോക്സ് ഐ ആം അവെയർ ഓഫ് ദീസ് അഡ്വൈസറീസ് ആൻഡ് നീഡ് നോട്ട് ബി ഷോൺ അഗൈൻ എന്നുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ആ സർക്കിളിൽ നമ്മുടെ ഫേസ് വരുന്ന രീതിയിൽ നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മൾ ഒരു തവണ കണ്ണടച്ചു തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും. KYC സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി, ഡേറ്റും ടൈമും. ഇതോടുകൂടി നമ്മുടെ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരേ മൊബൈലിൽ നിന്ന് തന്നെ എത്ര പേരുടെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്.